പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് വാക്കുകൊണ്ട് മുറിവേറ്റവരെ കുറിച്ച് സംസാരിക്കാം. പ്രിയപ്പെട്ടവർ സ്നേഹത്തിലായാലും ദേഷ്യത്തിലായാലും പറയുന്ന വാക്കുകൾ മനസ്സിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കുമെന്നൊരു സംശയമേ വേണ്ട. ചിലരുടെ മനസ്സിലത് ഭൂചലനത്തിന് സമാനമായൊരു പ്രതീതിയാണ് സൃഷ്ടിക്കുക. എല്ലാം ഇടിഞ്ഞു താഴ്ന്നുവെന്ന് തോന്നും, ഇല്ലെങ്കിൽ മുറിവേറ്റ് രക്തം കിനിയുന്നുവെന്ന് തോന്നും. പ്രത്യേകിച്ച് കുട്ടികൾ. ഒരുപക്ഷെ അടിയേക്കാൾ മാരകമായ വാക്കുകളിൽ കുട്ടിയുടെ വ്യക്തിത്വം വളർച്ചയേറ്റു പോകുന്നത് പലപ്പോഴും നാം അറിയാറില്ല. എത്രയെത്ര പ്രതീക്ഷകളാണ് കുട്ടികളിൽ നിന്ന് തല്ലിക്കുഴിക്കപ്പെടുന്നത്. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, വളരെ മിടുക്കനായ അല്ലെങ്കിൽ മിടുക്കിയായ കുട്ടിയായിരുന്നു, എന്തു പറ്റിയെന്നറിയില്ല, ആളാകെ മാറിപ്പോയി. ഒരുപക്ഷെ പ്രിയപ്പെട്ട ഒരാൾ ഒരു നിമിഷം അവരോട് പറഞ്ഞ ചില വാക്കുകളാകാം അവരെ മൗനിയാക്കിയത്, അവരെ അപ്പാടെ മാറ്റിക്കളഞ്ഞു. കടുത്ത വാക്കുകൾ ഉപയോഗിക്കുന്നവരുടെ ലക്ഷ്യം അപരന്റെ മേൽ അധീശത്വം കൈവരിക്കുക തന്നെയാണ്. മറ്റൊരാളെ നിയന്ത്രിക്കുന്നതിലൂടെയാണ് അയാളെ വരുതിയിലാക്കാനാവുകയെന്ന് കരുതുന്നവരാണ് ഏറെ പേര്. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നവർ സാധാരണ പറയുന്ന ചില വാചകങ്ങളിൽ ചിലതെങ്കിലും നാം കേട്ടിട്ടുണ്ടാകും. നീ ഒരിക്കലും പിറക്കരുതായിരുന്നു, നിന്നെപ്പോലെ ഒരുവൾ ഒരിക്കലും രക്ഷപ്പെടില്ല, നിനക്ക് വട്ടാണ്, അതുകൊണ്ട് തന്നെ ആളുകൾ ഞാൻ പറയുന്നതേ വിശ്വസിക്കും, നിന്റെ കൂട്ടുകാർ നീ ഇല്ലാത്തപ്പോൾ നിന്നെക്കുറിച്ച് പറയുന്നത് കേട്ടാ മതി, നിന്നെപ്പോലെ കാണാൻ കൊള്ളാത്ത ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, എന്ത് നിറവാണ് ഇത്. ഇവയൊക്കെ സൃഷ്ടിക്കുന്നത് പുറമേ കാണാതെ പോകുന്ന മുറിവുകളാണ്, ഉള്ളിൽ രക്തം വാർന്നൊഴുകുന്ന മുറിവുകളാണ്. മനഃപൂർവ്വമായിരിക്കില്ല പലരും പറഞ്ഞു പോകുന്നത്, ദേഷ്യത്തിൽ പറഞ്ഞു പോകുന്നതാണ് പലപ്പോഴും. പക്ഷേ വാവിട്ട വാക്ക് തിരിച്ചെടുക്കാനാവില്ലെന്ന് ഓർമ്മിക്കുക. നല്ല വാക്കോതുവാൻ പ്രാണിയുണ്ടാവണം എന്ന് പണ്ടുള്ളവർ പ്രാർത്ഥിച്ചിരുന്നില്ലേ? അതുകൊണ്ട് നമുക്കും ആരെയും വാക്കിനാൽ വേദനിപ്പിക്കാതിരിക്കാം. കുഞ്ഞുങ്ങളെ നമ്മുടെ കടുത്ത വാക്കിന്റെ മുനയിൽ നിന്ന് അകറ്റി നിർത്താം. അതുകൊണ്ട് ഇനി നിങ്ങളുടെ മുന്നിലുള്ളവരോട് സംസാരിക്കുന്നതിന് മുൻപ് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങൾ പറയുന്നത് സത്യമാണ്, അത് ആവശ്യമാണ്, അത് ദയയുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് 3 നിങ്ങൾ ഓർമ്മിച്ചാൽ തന്നെ വാക്കുകൊണ്ട് നിങ്ങൾക്ക് ആരെയും മുറിവേൽപ്പിക്കാൻ കഴിയില്ല.